ദൈവവചന ചിന്തയിലേക്കും ദൈവവചന പഠനത്തിലേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ആഹ്വാനം ചെയ്യുന്നു. കാലേബിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടർമാനമായി 5 പാർട്ടായി നമ്മൾ പഠിച്ചു. ഇന്ന് 6ാമത്തെ പാർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തിയതുപോലെ കാലേബിൻ്റെ ഗുണങ്ങളിൽ 6ാമത്തെ ഗുണം വ്യത്യസ്തമായി ദൗത്യമുള്ളവനായിരുന്നു കാലേബ്. അപ്പോസ്തലനായ പൗലൂസ് ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശു തന്ന ശുശ്രൂഷയും ദൗത്യവും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ വ്യത്യസ്തമായി ദൗത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കാലേബ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവൻ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന ദൗത്യത്തിന് അനുസരിച്ചായിരിക്കും. കാലേബിൻ്റെ ജീവിത ദൗത്യം ദൈവരാജ്യത്തിൻ്റെ വികസനമായിരുന്നു. പഴയ നിയമകാലത്ത് വാഗ്ദത്ത ദേശത്തായിരുന്നു ദൈവരാജ്യമായി കണക്കാക്കിയിരുന്നത്. അക്ഷരാർത്ഥത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തായിരുന്നു ദൈവരാജ്യമായി അവർ വിലയിരുത്തിയിരുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്കും ഞാൻ മിസ്രയീം നദി തുടങ്ങി എഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശത്തെ കേനിയർ, കേനസ്യർ, കത്മോനിയർ, ഹിത്യർ, പെരിസ്യർ, രഫായിമർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ വാഗ്ദത്ത ദേശമായിരുന്നു അവർ കണ്ടത്. ഈ വാഗ്ദത്ത ദേശമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശ എന്നുള്ളത്. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 നോക്കിപ്പാർത്ത വാഗ്ദത്ത നാട്ടിലെ നല്ല നാളേക്കായിരുന്നു. പക്ഷേ ഈ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി ചെയ്യുവാൻ 2 ഗോത്രങ്ങളൊഴികെ മറ്റാരും മുൻപോട്ട് വന്നില്ല എന്നു മാത്രമല്ല, അത്തരം ഉദ്യമത്തിന് തടങ്കൽ പാറയായും നിന്നു. ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു തടങ്കൽ പാറകൾ. യഹൂദാ ഗോത്രത്തിൽ നിന്നും കാലേബും എഫ്രൈം ഗോത്രത്തിൽ നിന്നും യോശുവയും മാത്രമേ വാഗ്ദത്ത ദേശം കൈവശമാക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കാലേബ് തൻ്റെ ആയുസ്സിൽ ആവോളം അതിൻ്റെ വ്യാപനത്തിനു വേണ്ടി പ്രയത്നിച്ചു. അടുത്തൊരു തലമുറയെ അതിനുവേണ്ടി ഒരുക്കി. യോശുവയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ ന്യായപാലനം നടത്തിയ ഒത്നിയേലിനെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിച്ചു. തൻ്റെ മകളായ അക്സായെ ഒത്നിയേലിന് ഭാര്യയായി നൽകി. ദൈവം കാലേബിന് ഹെബ്രോൺ അവകാശമായി നൽകി. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കേവലം അധരാചർവണം നടത്തുകയായിരുന്നില്ല കാലേബ്, മറിച്ച് അതിന് വില കൊടുക്കുവാൻ കാലേബ് തയ്യാറായി. ശത്രുക്കൾ കൈവശമാക്കിയിരുന്ന കിര്യത്ത് സേഫർ വീണ്ടെടുക്കുന്നതിന് തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. അധികം നല്ലതിനെ തന്നെ, സ്വർഗീയമായതിനെ കാലേബ് കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നിഴൽ പോലെ മാഞ്ഞു പോകുന്ന ഈ ആയുസ്സിൽ നമ്മുടെ മുൻഗണന എന്തിനാണ് നമ്മൾ അർപ്പിച്ചിരിക്കുന്നത്? ഇന്ന് കാണുന്നതും നാളെ നശിക്കുന്നതുമായ ലോകവും അതിൻ്റെ ഇമ്പങ്ങളുമാണോ, അതോ യോശുവയുടെയും കാലേബിൻ്റെയും തലമുറ വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല? അതിൻ്റെ കാരണം എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു: അവൻ നമ്മെ കൂടാതെ രക്ഷ പൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു
എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 40 വാക്യം. ഇത്രയും ശ്രേഷ്ഠമായ ഒരു പദവി ഒരുക്കി വെച്ച് അതിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയോടുള്ള നമ്മുടെ മനോഭാവവും പ്രതികരണവും എങ്ങനെയാണ്? ഓരോരുത്തൻ അവനവനെ ശോധന ചെയ്യട്ടെ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ചെലവായി പോകുവാൻ ഓരോരുത്തർക്കും മനസ്സുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. പ്രിയരെ, നമുക്ക് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ചെലവായി പോകുവാൻ മനസ്സുണ്ടോ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. എബ്രായ ലേഖനം 12 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ദൈവികമായ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ദൗത്യം അത് മറ്റുള്ളവർ കാണുന്ന ദൗത്യമറ്റ, മറ്റുള്ളവർക്ക് കിട്ടിയ ശുശ്രൂഷയല്ല, വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയിലേക്ക്, വ്യത്യസ്തമായ ഒരു ദൗത്യത്തിലേക്കാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്തത്. ആ വീണ്ടെടുപ്പിൻ വില തിരിച്ചറിഞ്ഞ് വ്യത്യസ്തമായ ദൗത്യമുള്ളവരായി യാത്ര ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഗോഡ് ബ്ലെസ് യു.